എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നോർത്തേൺ ഇംഗ്ലണ്ടിൻ്റെ ഒരു വൈക്കിംഗ് ബേസാണ് കാണിക്കുന്നത്. വൈക്കിങ്സ് അവിടെ സന്തോഷിച്ചിരിക്കുമ്പോൾ ഇംഗ്ലീഷ് സോൾജേഴ്സ് അവരെ അറ്റാക്ക് ചെയ്തു. അവിടെയുള്ള എല്ലാവരെയും കൊന്നിട്ട് അവിടെ തീയിട്ടു. അടുത്ത സീനിൽ ഐസ്ലൻഡിലെ കുട്ടികളെല്ലാം ഗെയിം കളിക്കുന്നതാണ് കാണിക്കുന്നത്. തോർഫിനാണെങ്കിൽ കളിയിൽ തോറ്റ് അവിടെ കിടക്കുകയാണ്. അവൻ എപ്പോഴും ഗെയിം വേഗം തോൽക്കുന്നത് എന്താണെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അവൻ്റെ കൂടെയുള്ള കുട്ടി അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൻ വൽഹലയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ നമുക്ക് എപ്പോഴും ഫുഡ് കിട്ടും. അപ്പോൾ തോർഫിൻ പറയുന്നുണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാരിയറിന് മാത്രമേ അവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ തോർഫിൻ്റെ മനസ്സിൽ വേറൊരു സംശയം വന്നു. അവൻ്റെ അമ്മയും സിസ്റ്ററും വൽഹലയിലാണോ മരിച്ചാലെത്തുക? അപ്പോൾ നമ്മുടെ ലീഫ് കളിയാക്കിക്കൊണ്ട് തോർഫിൻ്റെ അടുത്ത് ചോദിച്ചു, നീ വീണ്ടും വേഗം മരിച്ചോ? അടുത്ത സീനിൽ തോർഫിൻ അത്ഭുതപ്പെട്ട് ലീഫിനോട് ചോദിക്കുന്നതാണ്, നിങ്ങൾ നാളെ പോവുകയാണോ? ഇപ്രാവശ്യം എങ്ങോട്ടാണ് പോകുന്നത്? ലീഫ്, നോർവേ ആണ് പോകുന്നത്. ഞാൻ വെറുതെ പോവുകയല്ലല്ലോ, ഞാൻ അവിടെ സാധനങ്ങൾ വിൽക്കാൻ പോവല്ലേ. അപ്പോൾ തോർഫിൻ, ഞാനും വന്നോട്ടെ? ലീഫ്, അത്ര പെട്ടെന്ന് പറ്റില്ല. തോർഫിൻ അപ്പോൾ നിരാശനായി നിന്നു. ലീഫ്, തോർസിനൊരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റുമോ? തോർഫിനോട് ചോദിച്ചു. എന്ത് മെസ്സേജ്? ലീഫ്, ഒരു വാർഷിപ്പ് വരുന്നുണ്ട്. അടുത്ത സീനിൽ തോർസ് പണിയെടുക്കുന്നതാണ് കാണിക്കുന്നത്. തോർഫിൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നു, എന്നിട്ട് ആ കാര്യം പറയുന്നു. നെക്സ്റ്റ് സീനിൽ അവൻ ഐസ്ലൻഡിലെത്തി. അവർ തോർസിനെ അന്വേഷിച്ചാണ് വന്നത്. തോർസ് അവിടേക്ക് എത്തി, എന്നിട്ട് പറഞ്ഞു, ജോംസ് വൈക്കിങ്സ്, ഞാനെത്തി. അവർ തോർസിനെ കണ്ടതും അവർ തല കുനിച്ചു. അതുകൊണ്ട് ആ ജനങ്ങൾ വിശ്വസിക്കാനായില്ല. തോർസ്, എന്നെ അന്വേഷിച്ച് നിങ്ങൾ ഇവിടെ വരെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഫ്ലോക്കി എന്നായിരുന്നു അവരുടെ കമാൻഡറിൻ്റെ പേര്. നമ്മൾ നോർവേ ക്യാമ്പിന് ശേഷം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. നീ ഈ ചെറിയ ഗ്രാമത്തിൽ ഒളിച്ചിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഫ്ലോക്കി പറഞ്ഞു. അവിടെയുള്ള നാട്ടുകാർ തോർസ് ആരാ എന്ന് സംശയിച്ചു. ഇതെല്ലാം തോർഫിൻ കാണുന്നുണ്ട്. ഇംഗ്ലീഷ് സോൾജേഴ്സ് വൈക്കിങ്സിനെ അറ്റാക്ക് ചെയ്തു കാര്യം തോർസിനോട് പറഞ്ഞു. അതിൻ്റെ ഭാഗമായി വലിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണ്. ഇതാണ് നമുക്ക് പറ്റിയ സമയം, ഫ്ലോക്കി പറഞ്ഞു. ജോംസ് വൈക്കിങ്സ് ഡെൻമാർക്കിൻ്റെ കൂടെ ചേരും. ഈ വരുന്ന സ്പ്രിങ്ങിൽ ഇംഗ്ലണ്ടിനെ ആക്രമിക്കും. നീ എന്ത് വേണേലും ചെയ്തോ, അത് ഈ നാടിനെയും എന്നെയും ബാധിക്കുന്നതല്ല, തോർസ് പറഞ്ഞു. ഫ്ലോക്കി തോർസിനെ കൂടെ കൂട്ടാൻ ശ്രമിച്ചു. തോർസ് ഒരിക്കൽ വൈക്കിങ്സിൻ്റെ ഇടയിൽ നിന്നും പോയതാണ്, എന്നാലും ഇത് തോർസിൻ്റെയും ഫൈറ്റാണെന്ന് ഫ്ലോക്കി പറഞ്ഞു. തോർസിന് എന്തായാലും സംശയം ഉണ്ടായിരുന്നു. തോർസ് മാറിയെന്ന് ഫ്ലോക്കിക്ക് മനസ്സിലായി. ഇതെല്ലാം ഒളിച്ചു കേട്ട ചിലർ യുദ്ധം നടക്കുന്നതറിഞ്ഞ് അവരും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. എന്നാൽ അവർ ഇതുവരെ ആയിട്ടും ഒരു യുദ്ധം പോലും നേരിട്ട് കണ്ടിട്ടില്ല. നീ ഈ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വെറും കൈയോടെ എൻ്റെ ലീഡറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അത് നിനക്ക് മനസ്സിലാവുമല്ലോ, ഫ്ലോക്കി പറഞ്ഞു. തോർസ് നിരാശയോടെ ഇരുന്നു. അടുത്ത സീനിൽ ലീഫ് ജോംസ് വൈക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അവർ വെഡ്ലാൻഡിലെ ഒരു പോർട്ട് ടൗൺ ആയ ജോംസ്ബോർഗിലെ ഒരു ആർമിയാണ്. തോർസ് അവരിൽ ഒരാളാകും എന്ന് ഞാൻ വിചാരിച്ചില്ല. അവർ ശക്തരാണ്. വെഡ്ലാൻഡിലെ രാജാവിന് പോലും അവിടെ ടാക്സ് കളക്ട് ചെയ്യാൻ പേടിയാണ്. പിന്നീട് ഫ്ലോക്കി തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. ഫ്ലോക്കി ആ നാട്ടുകാരോട് തൻ്റെ പേരും വന്നതിൻ്റെ ഉദ്ദേശവും ഒക്കെ പറഞ്ഞു. തോർസിന് ഒരു വാർഷിപ്പ് നൽകുന്നതായിരിക്കും. യുദ്ധത്തിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് തോർസിൻ്റെ കൂടെ വരാം. ഇത് കേട്ടപ്പോൾ ചിലർക്ക് നല്ല സന്തോഷമായി. അവർ ആദ്യമായിട്ട് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. തോർസ് വേറെ വഴിയില്ലായിരുന്നു. തൻ്റെ വില്ലേജിനെ രക്ഷിക്കാൻ വേണ്ടി തനിക്കിതിൽ പങ്കെടുക്കാൻ, പക്ഷേ എന്നിട്ടും താൻ ഈ വില്ലേജിനെ ഇതിലേക്ക് വലിച്ചഴിച്ച് എന്നാലിച്ച് വിഷമിച്ചിരിക്കുകയാണ്. ഒരു ദിവസം എനിക്ക് ഇതെല്ലാം എടുത്തു. എനിക്ക് കൊല്ലാനും മരിക്കാനും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോന്നത്. ഞാൻ മരിച്ചു എന്ന് വിശ്വസിപ്പിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇനി അതുപോലെ വീണ്ടും ചെയ്താൽ അത് ഈ ഗ്രാമത്തിനാണ് ആപത്ത്. എനിക്ക് ഉത്തരവാദിത്വം നടപ്പിലാക്കാൻ സമയമായി. അടുത്ത സീനിൽ എല്ലാവരും കപ്പൽ
കടലിലേക്ക് ഇറക്കുന്നതാണ് കാണിക്കുന്നത്. ലീഫ് തൻ്റെ യാത്ര മാറ്റിവെച്ച് തോർസിൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. തോർഫിൻ ആണെങ്കിൽ ബാക്കിയുള്ളവരുടെ കൂടെ ഗെയിം കളിക്കുകയാണ്. ഈ പ്രാവശ്യം അവൻ്റെ മാക്സിമം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അത് ബാക്കിയുള്ളവർക്ക് പരിക്കും പറ്റുന്നു. പക്ഷേ അവസാനം അവൻ തോറ്റു. അവനാണ് അത് നോക്കാതെ ഫൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് പോയി. തോർസ് ബാക്കിയുള്ളവരെ കൂടെ വാർഷിപ്പ് റിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ വന്നു തോർഫിനെ കുറിച്ച് പരാതിപ്പെട്ടു. തോർസ് അവരുടെ മുറി കെട്ടിവെച്ചു. അടുത്ത സീനിൽ തോർഫിൻ വീട്ടിലേക്ക് ദേഷ്യത്തോടെ വരുന്നതാണ് കാണിക്കുന്നത്. അവൻ എന്നിട്ട് സാധനങ്ങൾ വെക്കുന്ന റൂമിൽ പോയിട്ട് ശരിക്കുമുള്ള വെപ്പൺ അന്വേഷിച്ചു. അവൻ്റെ ചേച്ചിയാണെങ്കിൽ ഇതൊന്നും സീരിയസ് ആക്കി എടുക്കാതെ കളിയാക്കി. അവൻ തൻ്റെ അച്ഛൻ്റെ കൂടെ യുദ്ധത്തിൽ പോകാനാണ് താല്പര്യം. അവൻ നോക്കുമ്പോൾ ഒരു പെട്ടി കണ്ടു. അത് അവൻ്റെ അച്ഛൻ്റെ ആയിരുന്നു. അത് തുറന്നപ്പോൾ അതിലൊരു ചെറിയൊരു വെപ്പൺ കണ്ടു. അവനത് അതിശയത്തോടെ എടുത്തു നോക്കി. അപ്പോൾ അവൻ്റെ അച്ഛൻ അത് പിടിച്ചു എന്നിട്ട് ചോദിച്ചു, നിനക്കെന്തിനാണ് ഈ വാൾ? ഇത് ജീവനെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നീ ഇത് വെച്ച് ആരെ കൊല്ലാനാണ് പോകുന്നത്? എൻ്റെ ശത്രുക്കൾ, തോർഫിൻ പറഞ്ഞു. ആരാണ് നിന്റെ ശത്രു? ഹാവ്ഡനെ പോലെയുള്ളവർ. തോർസ് എന്നിട്ട് തോർഫിൻ്റെ തോളിൽ കൈവച്ച് പറഞ്ഞു, നിനക്ക് ശത്രുക്കളില്ല. ആരും ശത്രുക്കളല്ല. ഈ ലോകത്ത് ആരും വേദനിക്കപ്പെടാൻ അർഹതയുള്ളവരല്ല. പക്ഷെ തോർഫിൻ ഇത് തള്ളിക്കളയുന്നു. നാളെ അച്ഛനും യുദ്ധത്തിന് പോകുന്നില്ലേ? അച്ഛനും ആൾക്കാരെ കൊല്ലില്ലേ? ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയല്ല. അച്ഛൻ കള്ളം പറയാണ്, എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തോർഫിൻ ഓടിപ്പോയി. വിഷമത്തോടെ തോർസ് അത് നോക്കി നിന്നു. തൻ്റെ ഭാര്യ കയ്യിലുള്ള മുറിവ് കെട്ടി കൊടുത്തു. എന്നിട്ട് തോർസ് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, തോർഫിനെ നല്ലോണം നോക്കണം. അടുത്ത സീനിൽ ഫാരോ ഐലൻഡ്സ് ആണ് കാണിക്കുന്നത്. അവിടെ കുറേ പേർ ഒരു ക്രിസ്ത്യൻ മോങ്കിനെ കെട്ടിയിട്ട് കൊല്ലാൻ നോക്കുന്നത്. അവിടേക്ക് ഫ്ലോക്കി വന്നു. ഫ്ലോക്കി എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ആർമി ഇത്രയ്ക്ക് മാനേഴ്സ് ഇല്ലാത്തതാണോ ആസ്കലാഡ്? ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന് ഇഷ്ടമല്ല, ആസ്കലാഡ് പറഞ്ഞു. ഫ്ലോക്കി വന്നതിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു. ഫ്ലോക്കി, നിങ്ങൾ ഒരാളെ കൊല്ലണം, തോർസ്. അവനെ കൊന്നാൽ അതിനുള്ള റിവാർഡ് തരുന്നതായിരിക്കും. ഇങ്ങനെയാണ് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഞാൻ തീർച്ചയായിട്ടും വായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.